السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار ما شاء الله كان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها وولدته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضى وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കാലവർഷത്തിൻ്റെ നിരവധി പ്രയാസങ്ങൾ മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വെള്ളത്തിൽ മുങ്ങിയും കെട്ടിടങ്ങൾ തകർന്നും മരങ്ങൾ കടപുഴകി വീണും പല നിലക്ക് യാത്രയാവുകയാണ്. അല്ലാഹു കാലവർഷത്തിൻ്റെ സംഹാര താണ്ഡവങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര ഏതു നിലക്കുള്ളതായാലും ഈമാനോടുകൂടി വിട പറയാൻ അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സൂറത്തുൽ അഹ്ഖാഫിലെ വിശുദ്ധ ഖുർആനിലെ സൂറ ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. ആ വിഷയം നമ്മോട് സംസാരിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അപകടങ്ങൾക്ക് കാരണം മനുഷ്യർക്ക് ഇന്ന് ആരോടും കടപ്പാടുകളില്ല, സ്നേഹവുമില്ല. പ്രത്യേകിച്ച് മക്കൾക്ക് മാതാപിതാക്കൾ ഒരു ബാധ്യതയാണ്. ഇതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ലാഹു എന്താണ് പറയുന്നത് നോക്കാം. വസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം കൽപ്പിച്ചു. അല്ലാഹു മനുഷ്യനോട്, അതാണ് കേൾക്കണ്ടേ, അൽ ഇൻസാൻ അൽ മുസ്ലിമീനല്ല, മുസ്ലിങ്ങളോട് കൽപ്പിച്ചു എന്നല്ല.
ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും അള്ളാഹു കൽപ്പിച്ചൊരു കൽപ്പന. എന്താ കൽപ്പന? ആരുടെ വിഷയത്തിലാ? ബി വാലിദൈഹി, മനുഷ്യ സമൂഹത്തിലെ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, വസിയത്ത് ചെയ്തിരിക്കുന്നു. ഇഹ്സാനൻ, അവർക്ക് നന്മ ചെയ്യണമെന്ന്. അത് മുസ്ലിങ്ങളോടല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരും. ലോകത്തുള്ള മനുഷ്യർ മാതാപിതാക്കളോട് തിന്മ ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്തിലെ യുവാക്കൾ കാണുമ്പോൾ അതിനിടവരരുത് എന്നതിൽക്കാണ് അള്ളാഹു പറഞ്ഞത്. മനുഷ്യകുലം മുഴുവനും അള്ളാഹുവിനോട് കൽപ്പനയായി അള്ളാഹു പുറപ്പെടുവിക്കാൻ നന്മ ചെയ്യണം. എങ്ങനെയാ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ? അതും ഖുർആൻ പറയുന്നുണ്ട്. അതിന് അള്ളാഹു ഒരു കാരണം പറഞ്ഞത്, ഹമലത്തുഹു ഉമ്മുഹു കുർഹ, അവൻ്റെ മാതാവ് അവനെ വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ചുമന്നത്. ആലോചിച്ചുകൾ, നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു 50 കിലോ ഭാരമുള്ള ഒരു പാറക്കല്ല് തൻ്റെ വയറ്റത്ത് കെട്ടി എത്ര കാലം നടക്കും? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും സ്വന്തം ശരീരത്തിൽ കിടക്കുമ്പോഴും ഉണരുമ്പോഴും വിസർജനത്തിന് പോകുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഒരു ഭാരമുള്ള ഒരു കല്ല് നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ കെട്ടിവെച്ചിരുന്നെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ടാകും. അത് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. മാതാപിതാക്കൾക്ക് നന്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തുടരുന്നെന്താ അറിയോ? ഹമലത്തുഹു ഉമ്മുഹു, ബാപ്പനെ വിട്ടു. ബാപ്പനെ പറ്റി പിന്നെ പറയുന്നില്ല, ഉമ്മാനെ പറ്റിയാ. ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ചുമന്നു. എങ്ങനെ? കുർഹൻ, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്. ഒരുപാട് പ്രയാസം. ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചുമന്നു നടക്കുന്ന കാലം മുഴുവനും ഭാരം തന്നെയായിരുന്നു. അതാണ് അള്ളാഹു ഉണർത്തുന്നത്. അതറിയാത്തവരാണ് നമ്മൾ. അതുകൊണ്ടാണ് അള്ളാഹു അത് ഉണർത്തിയത്. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ. പിന്നെന്തുകൊണ്ടാണ് ഉപ്പാനെ പറ്റി പറയാണ്ടിരുന്നത്? ഉപ്പ കൊണ്ട വെയിലും ഉപ്പ കൊണ്ട മഴയും ഉപ്പ കൊണ്ട പ്രയാസങ്ങളും നാം അനുഭവിച്ചു വളർന്നവരാണ്. പക്ഷെ ഉമ്മാന്റെ ഈ പ്രയാസം നമ്മൾ അറിഞ്ഞവരല്ല. അതുകൊണ്ട് അള്ളാഹു പ്രത്യേകം ഉമ്മാന്റെ കാര്യം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഹമലത്തുഹു ഉമ്മുഹു കുർഹ. തീർന്നില്ല. വലൗതുഹു കുർഹ, നിന്നെ പ്രസവിച്ചു, പ്രയാസത്തിന്മേൽ പ്രയാസവും സഹിച്ചുകൊണ്ട്. ഏകദേശം ശാസ്ത്രം പറയുന്നത് മനുഷ്യ ശരീരത്തിലെ 20 ബോണുകൾ, എല്ലുകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന വേദന എത്രയാണോ അതിലും വേദനയാണ് അത്ര പ്രസവ വേദന. അതെല്ലാം അനുഭവിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാം, വഹംലുഹു വഫിസാലുഹു, അവൻ്റെ കുഞ്ഞിനെ ആ മാതാവ് ചുമന്നതും അവനെ പ്രസവിച്ചതുമൊക്കെ, വഫിസാലുഹു, അവന് മുലയൂട്ടിയതും അവനുമായുള്ള വേർപാടുണ്ടാവുകയൊക്കെ ചെയ്തത് സലാസുന ഷഹറൻ, 30 മാസമാണ്. ഗർഭധാരണവും പ്രസവവും എല്ലാം കൂടിയായിട്ട് അല്ലാഹ് പറഞ്ഞത് 30 മാസമാണ്. അങ്ങനെ ചുമക്കുകയും പ്രസവിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറയാം, ഹത്താ ഇദാ ബലഗ അശുദ്ധവും, അങ്ങനെ അവന് മാതാവ് പിതാവും കൂട്ടായി വളർത്തി, ആരോഗ്യമുള്ളവനായി, അശുദ്ധുണ്ടായി, പ്രായപൂർത്തിയെത്തി, നല്ല ആരോഗ്യമുണ്ടായി, ജിമ്മിലൊക്കെ പോയി ശരീരം വളരെ അനുഗ്രഹീതമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവനുണ്ടായി. അതല്ല പറയാം, ഹത്താ ഇദാ ബലഗ അശുദ്ധവും. പിന്നെ 40 സന, അവന് 40 വയസ്സെത്തുകയും ചെയ്തു. ഒരു മനുഷ്യന് 40 വയസ്സെത്തി, ആരോഗ്യമെല്ലാം തൃപ്തികരമായി ഉണ്ടായി. ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിക്കുന്നത്? കാല റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക്, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിനി, എനിക്ക് നീ പ്രചോദനം നീ ഉണ്ടാക്കി തരണം. റബ്ബെ, നീ ഉണ്ടാക്കി തരണം എൻ്റെ കൽബിൽ പ്രചോദനം. എന്തിന്? അല്ലത്തി അൻഅംതഅലയ്യ അൻ അഷ്കുറ, അല്ലത്തി അൻഅംതഅലയ്യ, നീ എൻ്റെ മേൽ ചെയ്തു തന്ന സർവസ്വ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാകാൻ 40 വയസ്സെത്തിയപ്പോൾ ബോധപൂർവം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 വയസ്സ് വരെ സ്വാഭാവികമായിട്ടും ഒരു യുവാവിനെ സംബന്ധിച്ചോളം വല്ലാതെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇത്രയും നന്മയെക്കുറിച്ചുള്ള വിശകലനങ്ങളോ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയില്ല. 40 വയസ്സെത്തുമ്പോൾ അവനും വിവാഹം കഴിച്ച് അവനും കുട്ടികളൊക്കെ ആയി അവനും പേറാൻ തുടങ്ങുമ്പോൾ, അവനും അവൻ്റെ അധ്വാനവുമായി മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അത് തന്നെ.
അപ്പോൾ അള്ളാഹു പറയാ, ഈ 40 വയസ്സെത്തുമ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവെ, നീ ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യനാവാൻ നീ എന്നെ പ്രചോദിപ്പിക്കണം. റബ്ബി ഔസീനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ചോനെ, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാൻ കഴിയില്ല മനുഷ്യന്മാർക്ക്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മാതാപിതാക്കളെ സാധാരണഗതിയിൽ വേണ്ട. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു 40 വയസ്സെത്തി, അവനും വിവാഹമൊക്കെ കഴിച്ചു, അവനും കുട്ടികളും മക്കളും കുടുംബവുമൊക്കെയായി. അപ്പോഴാണ് അവൻ പറയുന്നത്, പടച്ചോനെ, എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാനുള്ള മനസ്സ് നീ തരയണമെന്ന്. പടച്ചോൻ തരണം, അത് അള്ളാഹോട് ചോദിക്കും വേണം, അല്ലാതെ കിട്ടൂല. നമുക്ക് നമ്മളുടെ ഭാര്യയോളം വലുതല്ലല്ലോ നമ്മളമ്മ, ആണോ? ഒരാൾക്കും വലുതായി തോന്നാറില്ല. പക്ഷെ ചില ആളുകൾ നേരെ ഓപ്പോസിറ്റാണ്. ഭാര്യയെ തച്ചമർത്തി ഉമ്മാനെ സ്നേഹിക്കുക. അത് ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് ഭാര്യയോടുള്ള സ്നേഹവുമല്ല. പകരം അവൻ്റെ ഭാര്യയോടുള്ള വെറുപ്പാണ് അവൻ കാണിക്കുന്നത്. കാരണം ആ വീട്ടിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല ആ നിലക്ക്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, മൻ ഫല്ലല സൗജത്തുഹു അലാ ഉമ്മിഹി, സ്വന്തം ഭാര്യയേക്കാൾ മാതാവിനേക്കാൾ പ്രാധാന്യവും ജീവിതത്തിൽ സ്ഥാനവുമൊക്കെ മകന്റെ മനസ്സിൽ എപ്പോഴുണ്ടാകുന്നുവോ ആ സമയം മുതൽ അള്ളാഹു ആ രണ്ടാം ജനറേഷൻ, അതാണല്ലോ ഇപ്പൊ 40 വയസ്സെത്തിയ ജനറേഷൻ, ആ ജനറേഷനെ അള്ളാഹു ശപിക്കാതിരിക്കുകയില്ല. ലാനല്ല, അള്ളാഹു ശപിച്ചിരിക്കും. എന്താ കാരണം പറഞ്ഞത്? സ്വന്തം ഭാര്യയ്ക്ക് മാതാപിതാക്കളെക്കാൾ പ്രാധാന്യം. അതൊക്കെ ഇപ്പം നമ്മളെ മനസ്സിലുള്ളത് തന്നെ. നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാ പണിയും നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെ അമ്മാനും ബാപ്പാനോട് നമുക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരുടെയും കാര്യമാണ്, ഞാനൊരാളുടെ കാര്യം പറഞ്ഞല്ല. ഫല്ലലല്ല, ശ്രേഷ്ഠത കൽപ്പിച്ചു ഭാര്യയ്ക്ക്. അങ്ങനെ വന്നാൽ ഫഅലൈഹി ലാനത്തുള്ള, അള്ളാഹുവിന്റെ ശാപം അവന്റെ മേലുണ്ടാവും. പിന്നീട് അവന്റെ ഒരു ഫർലായ നിസ്കാരമോ ഒരു സുന്നത്തായ നിസ്കാരമോ അള്ളാഹ് കബൂലാക്കൂല. ഇനി അതിലും വലിയ അപകടം എന്താ? ഒരു സുന്നത്ത് കൊടുക്കൂല, ഒരു ഫർള് കൊടുക്കൂല, ഒരു നോമ്പ് കൊടുക്കൂല, ഒരു ഹജ്ജും ഇല്ല, ഒരു ഉംറയില്ല, ഒക്കെ പോയി. സാധാരണ ഇത്തരം വിഷയങ്ങൾ അള്ളാഹു ശിർക്ക് ചെയ്യുമ്പോഴാണ് പറയാറുള്ളത്, അല്ലേ? അല്ലേ? അതും അല്ല ശിർക്കിനോട് ചേർത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളത്. നമുക്ക് നോക്കാം, ഖുർആനിൽ ഒരുപാട് 8ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ നിരന്തരമായി 8ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. വിശദമായ ചർച്ചകളിലേക്ക് മുഴുവൻ കടക്കാൻ കഴിയില്ലെങ്കിലും ആവും വിധം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ഇത് കേൾക്കുകയും അള്ളാഹിൻ്റെ ഈ വസിയത്ത് കൽപ്പന കേട്ട് ജീവിതത്തിൽ പകർത്തിയാൽ നമ്മളുടെ ജീവിതം വളരെ മനോഹരമാവും. നമ്മുടെ ഇഹലോകവും മനോഹരമാവും, നമ്മുടെ പരലോകവും മനോഹരം. അപ്പം ഭാര്യയ്ക്ക് നൽകേണ്ട സ്ഥാനം ഭാര്യയ്ക്കും, ഉമ്മാക്ക് നൽകേണ്ട സ്ഥാനം ഉമ്മാക്കും നൽകുക. ഉമ്മാനെ തൃപ്തി കിട്ടാൻ വേണ്ടി ഭാര്യയെ ഒരിക്കലും നിന്ദിക്കരുത്. അങ്ങനെ നിന്ദിച്ചാൽ അതും അപകടമാണ്. എന്നാൽ ഭാര്യയെ ആദരിക്കാൻ വേണ്ടി ഉമ്മയെ പലപ്പോഴും രണ്ടു കൂട്ടരും കൂടി, ഉമ്മാക്ക് 2-3 മക്കളുണ്ടാവും, അല്ലെങ്കിൽ 3-4 മക്കളുണ്ടാവും. മുമ്പൊക്കെ 10 മക്കളെ. അന്നൊക്കെ ഏതെങ്കിലും മക്കൾക്ക് അള്ളാഹു ആ മാതാപിതാക്കൾ കൃപട്ട് കൊടുക്കാറുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഞമ്മക്ക് 2 പറഞ്ഞപ്പോൾ ആർക്കും ഉമ്മാനോട് ഉപ്പാനോട് ഇഷ്ടമില്ലാണ്ടായി. ആർക്കുമില്ല. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ഭാര്യ നമ്മോട് പറയും, ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണം, നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ കിഴങ്ങന്മാരായ നമ്മൾ ആയിക്കോട്ടെ, നമുക്കൊരു വാടക വീട്ടിൽ പോകാം, അല്ലേ? ഞാൻ ഉപയോഗിച്ച വാക്ക് കുറച്ച് അപകടം പിടിച്ചാന്ന് എനിക്കറിയാം. പക്ഷെ കിഴങ്ങന്മാർ എന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കുക മുസ്ലിങ്ങൾ എന്നോ? അപ്പൊ അതുകൊണ്ട് കാഫർ ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കിഴങ്ങന്മാരായ ചില ഭർത്താക്കന്മാർ സ്വന്തം ഉമ്മയിൽ നിന്ന് ഭാര്യയെ അടർത്തി വാടക വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അല്ലേ? ചില മാതാപിതാക്കൾ മക്കളോട് പറയും, ഓലും ആഗ്രഹിക്കും പടച്ചോനെ പോയിക്കോട്ടെ. എന്താ കാരണം? ഇപ്പം ഓള് ഗർഭിണിയായാൽ ആ ഗർഭിണിയായ സമയത്ത് ഇവന്റെ ഉമ്മ പറയാണ്, മോളെ ഒന്ന് മുറ്റടിച്ച് വാരിക്കാൾ കാരണം മതി. അപ്പോൾ ഓള് പറയും, എനിക്ക് ഊരവേനുണ്ട്, എനിക്ക് നെഞ്ഞുവേനുണ്ട്, എനിക്ക് കാലിൻ്റെ അവിടുന്ന് വേനുണ്ട്. മനസ്സിലായോ? എന്നിട്ടുള്ള അടിച്ചു വരില്ലാതെ മാത്രമല്ല, രാത്രി ഓൻ വന്നാൽ നിങ്ങളമ്മൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസാട്ടോ, ഞാൻ ഇവിടുന്ന് പോവും. അങ്ങനെ ഒരു തലയണ മന്ത്രം കൂടി കൊടുത്താൽ അവിടെയാണ് നിന്റെ മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം മോനെ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന. കേട്ടോ, മറക്കട്ടെ. ചില ആളുകൾ ഉണ്ടാവല്ലോ, നീ നന്മയൊക്കെ ചെയ്യേണ്ടത് പെൺകുട്ടികളാണ്, ആൺകുട്ടികളല്ല.
അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട് അല്ലേ? നമ്മളൊക്കെ ഭാര്യ വീട്ടിൽ ഓളം മനിയും ബാപ്പനും നോക്കേണ്ട ആൾക്കാർ ഈ ആണുങ്ങൾ. നമ്മളെ പെൺകുട്ടികളാണ് അത്ര നമ്മളെ നോക്കേണ്ടത്. അങ്ങനെ അല്ല പറഞ്ഞില്ല കേട്ടോ. മാതാപിതാക്കളെ നോക്കുകയും സംരക്ഷിക്കുകയും കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പുരുഷനാണ് അള്ളാഹു ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പുരുഷൻ അള്ളാഹു സ്ത്രീയുടെ ഇരട്ടി മാതാപിതാക്കളുടെ സ്വത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരട്ടി അവർക്ക് നൽകാനും പറഞ്ഞത്. ശരിക്കു പറഞ്ഞാൽ ആൺമക്കളാണ് ഇസ്ലാമികമായി മാതാപിതാക്കളെ 100% സംരക്ഷിക്കേണ്ടത്. നേരെ മറിച്ച് പെൺകുട്ടികളുടെ ബാധ്യതയാണെന്ന് പറയുന്ന ആണുങ്ങൾ പോലും ഇവിടെ ഉണ്ട് അല്ലേ? നാട്ടിലില്ലേ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? നമ്മളെ ബാധ്യത ഒന്നല്ല. ഉമ്മന്റെ മോളെയാണ് നോക്കിയത്, നമ്മളെ നോക്കിയില്ല. ഉമ്മന്റെ മോളെയും മക്കളെയാണ് നോക്കിയത്. അതുകൊണ്ട് ഉമ്മ അവിടെ പോയി നിൽക്കട്ടെ. അങ്ങനെ കുറച്ചു കാലം ഉമ്മനെ ഓള് നോക്കും. പിന്നെ ഓള് ഏർത്തിനടുത്തേക്ക് തട്ടും, അതിന്റെ ഏർത്തിനടുത്തേക്ക് തട്ടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ തട്ടൽ ഇങ്ങനെ കൂടി വരുമ്പം അതിൽ ആങ്ങൾ ഇടപെടും. അപ്പോൾ ഓള് പറയും, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ. അപ്പം ഓനൊന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. കാരണം എന്താ? അള്ളാന്റെ കൽപ്പന സ്വീകരിക്കുന്ന മക്കളല്ല ഇവിടെ ഉള്ളത് ഉണ്ടോ? എന്നാൽ ഉള്ളവരുണ്ട് കേട്ടോ. അതും അള്ളാഹ് പറയുന്നുണ്ട് ഇതിന്റെ താഴെ തന്നെ. നമ്മൾ കേൾക്കാം. അള്ളാഹു പറയാം, പടച്ചവനെ, എന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാൻ, പടച്ചവനെ നീ ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കാനെല്ലാം അള്ളാഹുവെ നീ എന്നെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാം. എന്താ പറഞ്ഞറിയോ? പടച്ചോനെ വാൻ ആഴ്മല സാലിയൻ തരല, പടച്ചോനെ നീ പറഞ്ഞതുപോലെ നീ തൃപ്തിപ്പെട്ട നന്മയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹുവെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ. എപ്പോഴാ പ്രാർത്ഥിച്ചത്? 40 വയസ്സെത്തിയപ്പം. കാരണം അപ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ ബോധ്യത വരുന്നത് അല്ലേ? അപ്പൊ പറഞ്ഞെന്താ? വാൻ ആഴ്മല സാലിഹൻ തരല, അള്ളാഹുവെ നീ പറഞ്ഞതുപോലെ നീ തൃപ്തിപ്പെട്ടതുപോലെ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹുവെ നീ എനിക്ക് തൗഫീഖ് ചെയ്യണേ. വസ്ലിഹി ദുരിയത്തി, പടച്ചോനെ എനിക്ക് നീ നൽകുന്ന മക്കളെ നന്നാക്കി തരണേ പടച്ചോനെ. 40 വയസ്സെത്തിയുണ്ട് ദർക്കത്തല്ല ആരാളുള്ളത്? എന്താറിയുണ്ടോ? കാരണം ഓന്റെ മക്കൾ പലജാതി കെടുകാര്യസ്ഥതയിൽ പോയി പെടുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വരെ വിളിക്കുന്നുണ്ട് ഇല്ലേ? ഇല്ല, ആണും പെണ്ണും. അപ്പോഴാണ് പടച്ചോനെ സൽബുദ്ധി കൊടുക്കണേ എന്റെ കുട്ടിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്. വസ്ലിഹി ഫി ദുരിയത്തി, പടച്ചോനെ എന്റെ സന്തതികൾക്ക് നീ നന്മ വരുത്തണേ. ഇന്നീ തുബുത്തുയിലേക്ക്, പടച്ചോനെ എന്റെ ജീവിതത്തിൽ 40 വയസ്സുവരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അള്ളാഹുവെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ തൗബ ചെയ്യുകയാണ്. ഇന്നീ തുബുത്തുയിലേക്ക് വഇന്നീ മിനൽ മുസ്ലിമീൻ, പടച്ചോനെ ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, എന്റെ എല്ലാ കൽപ്പനകളും സ്വീകരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുണ്ട്. ഇതൊരു മോന് ഇങ്ങനെ പ്രാർത്ഥിക്കും 40 വയസ്സായെങ്കിലും അല്ലെ? അതുവരെയൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകളൊക്കെ ഇപ്പൊ തൗബ ചെയ്തു അല്ലെ? ഇന്നീ തുബുത്തുയിലേക്ക്, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. എന്നാൽ അള്ളാഹു അത്തരം ആളുകളെ പറ്റി അല്ല പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 40 വയസ്സുവരെയൊക്കെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായി. പക്ഷെ ഒരു 40 വയസ്സെത്തുമ്പോഴോ സാധാരണഗതിയിൽ അമ്പിയാക്കന്മാർക്കൊക്കെ അള്ളാഹു നുബൂവത്ത് കൊടുക്കുന്ന പ്രായം അല്ലേ? അത്തമ്മ കബിലൽ വഹി അർബഈന, 40 വയസ്സെത്തുമ്പോഴാണ് അള്ളാഹു പ്രവാചകന്മാർക്ക് നുബൂവത്ത് കൊടുക്കുക. കാരണം പക്വതയുടെയും അതോടൊപ്പം തന്നെ ബുദ്ധി വികസനത്തിന്റെയും ഒക്കെ കാലമാണ്. അപ്പൊ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. ഇങ്ങനെയും ബോധ്യപ്പെടാത്തവരുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട ആളുകളെ പറ്റി, അതിന്റെ ഇടയിൽ വന്നുപോയ തെറ്റുകളെ പറ്റിയൊക്കെ അല്ല പറഞ്ഞു കേട്ടുള്ളത്. ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കും, നാം സ്വീകരിക്കും. ഉലായിക്കല്ലദീന നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് നാം സ്വീകരിക്കും. അഹ്സന മാ അമിലു, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തനങ്ങളെല്ലാം നാം സ്വീകരിക്കും, അള്ളാഹ് സ്വീകരിക്കും. 40 വയസ്സെത്തിയിട്ടും ഇനിയും നന്നാവാത്ത കുട്ടികളുണ്ട് അല്ലേ? സാധാരണ പല ടൈപ്പ് ആളുകളുണ്ടാവും. ഇത് കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എന്റെ ശബ്ദമല്ല, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സൂറത്തുൽ അഹ്കാഫിൽ നിങ്ങൾക്ക് ഈ ആയത്തുകൾ പരിശോധിക്കാം കേട്ടോ. എന്നിട്ടല്ല പറയാം, ചെയ്യും അവരുടെ തിന്മകളെല്ലാം അള്ളാഹു വിട്ട് മാപ്പായി കൊടുക്കും. 40 വയസ്സെത്തിയപ്പോൾ അവൻ നന്മയിലേക്ക് കടന്നു. അവന്റെ മാതാപിതാക്കളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളൊക്കെ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങി. എങ്കിൽ അവർ ചെയ്ത ജീവിതത്തിൽ ചെയ്ത നന്മകളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും തിന്മകളെല്ലാം അള്ളാഹു വിട്ട് മാപ്പാക്കുകയും ചെയ്യും. പോരെ? എത്ര അനുഗ്രഹമല്ലേ നമ്മളെ മാതാപിതാക്കൾ! നമ്മളെ
നമുക്ക് നമ്മുടെ നന്മകൾ സ്വീകരിക്കാനും നമ്മുടെ തിന്മകൾ വിട്ടുമാപ്പാക്കാനും നമ്മളുടെ മാതാപിതാക്കൾ കാരണക്കാരാണ്. ഇതൊന്നും നമ്മൾ അറിയാറില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു പറയാം, എന്നിട്ടോ വിട്ടുമാപ്പാക്കി തരിക മാത്രമല്ല, ഫി അസ്ഹാബിൽ ജന്ന, അവരെ ഞാൻ സ്വർഗത്തിൽ കയറ്റും ഈ ആളുകളെ കേട്ടോ. ഇപ്പൊ മാതാപിതാക്കളുടെ കാരണത്താൽ സ്വർഗത്തിൽ കയറുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, വഅദ സിദ്ഖുല്ലദീ കാനൂ യുഅദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം അള്ളാഹുവിന്റെ സത്യസന്ധമായ വാഗ്ദത്തമാണ്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ 40 വയസ്സെത്തിയിട്ടും നന്നാവാത്തവരെ പറ്റിയും അള്ളാഹു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. തുടർന്ന് അള്ളാഹു പറയാം, വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, ഉമ്മാക്കും ബാപ്പാക്കും പ്രായമായി, ഉമ്മാന്റെ ജീവിതത്തിലും ബാപ്പാന്റെ ജീവിതത്തിലും സന്തോഷം എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. 90% ആളുകളും സ്വന്തം സന്തോഷവും ആനന്ദവും ആഹ്ലാദവും മാറ്റിവെച്ചു. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു. അവർ നമുക്ക് വേണ്ടി ജീവിച്ചു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പലപ്പോഴും ഉമ്മാക്ക് കഴിയാറില്ല. അപ്പോഴായിരിക്കും നമ്മൾ കരയുക. അപ്പോൾ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് നമ്മളെ ആട്ടി താലോലിച്ച് പോറ്റി വളർത്തി. നമ്മൾ വലുതായപ്പോഴോ അവർക്ക് അപ്പോഴേക്കും നമ്മൾ പ്രായപൂർത്തിയിലേക്ക് 10-40 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും നമ്മളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഏകദേശം 60-62 വയസ്സാവും അല്ലേ. അപ്പം എന്തുണ്ടാവും? അവർക്ക് പല രോഗങ്ങളും അവരെ ആക്രമിക്കും അല്ലേ. നമ്മൾ കാണുന്ന അങ്ങനെ. അപ്പോഴേക്കും അവർക്ക് ചുമക്കാൻ കഴിയില്ല, ചുമച്ച് തുപ്പാൻ കഴിയില്ല, തുപ്പിയാൽ അകത്തേക്കാവും. നിങ്ങൾ ഉണ്ടാക്കിയ മണിമേടയിൽ നിങ്ങൾ ചിലപ്പോൾ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഭാഗമായി നിങ്ങളുടെ പ്രായം ചെന്ന മാതാവിനെയോ ഉപ്പാനെയൊക്കെ കൊണ്ടാക്കും. അവർ തുപ്പുമ്പോൾ പുറത്തേക്ക് എത്തൂല, അത് ഹോസ് പവർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ വീഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പ്രയാസപ്പെടും. ഞാൻ മനോഹരമായി ഉണ്ടാക്കിയ വീട്ടിൽ ഉപ്പ മൂത്രമൊഴിച്ചു, ഉപ്പ തുപ്പി അല്ലേ, ഇതൊന്നും വൃത്തിയാക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ അപ്പം നമ്മളെ പെണ്ണുങ്ങളും വരും. എന്നാൽ ഈമാനില്ലാത്ത പെണ്ണാണ് നമ്മൾ കെട്ടിയിട്ടുണ്ടാകുക. ഇത്തരം ആളുകൾക്ക് അല്ല കുപ്പിക്കൊത്ത മൂടിയാണല്ലോ വെച്ചു കൊടുക്കുക. അപ്പം വളരെ ശ്രദ്ധിക്കുക. ആണും പെണ്ണും ഈ ഖുത്ബ നിങ്ങളുടെ കൽബിന്റെ അകത്തളത്തിൽ നിങ്ങൾ താലോലിച്ചാൽ എനിക്കും നിങ്ങൾക്കും അനുഗ്രഹീതമാണ് കേട്ടോ. നമുക്ക് നോക്കാം. അള്ളാഹു പറയാണ്, വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, ഛേ എന്ത് അറപ്പിട്ട പ്രവർത്തനങ്ങൾ, എന്ത് മോശമായ വാക്കുകൾ പറഞ്ഞ്. ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ പ്രായമാകുമ്പോൾ ഉമ്മയൊക്കെ ആഗ്രഹങ്ങൾ അവരെ പരിഗണിക്കാണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് സങ്കടമാവും. കാരണം അവരങ്ങനെ പോറ്റിയത് നമ്മളെ. നമ്മൾ 10 സെന്റ് സ്ഥലം എവിടെയും വാങ്ങുകയാണെങ്കിൽ നമ്മളെ ഭാര്യനോടല്ല നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മളെ ഉമ്മാനോടാ പറഞ്ഞത്, അല്ല ഉപ്പാനോടാ പറഞ്ഞത്. പക്ഷെ നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടൊന്നും പറഞ്ഞില്ല. വാങ്ങി രജിസ്റ്ററൊക്കെ ചെയ്ത് അതിന് പ്ലാനൊക്കെ വരച്ച് ഒരു വീടുണ്ടാക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില കൂട്ടുകാർ പറയും, ഒന്ന് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞൂടെ. എന്തിനാ പറഞ്ഞ അയാളോട്? അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല. നമുക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന മാതാപിതാക്കളാണെങ്കിലേ നമ്മൾ പറയുള്ളൂ. പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത മാതാപിതാക്കളാണെങ്കിൽ നമ്മൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓളെ വാപ്പ നമുക്ക് കുറച്ച് പൈസ തന്നത്, നമ്മളെ വാപ്പൊന്നും തന്നില്ല അല്ലേ. അപ്പോൾ അന്ന് മുതൽ തന്നെ നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ നമുക്ക് അറപ്പായി. അതാ അല്ലാഹ് പറഞ്ഞു, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ ലക്കുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാശമുണ്ടാവട്ടെ. ഛേ എന്ത് അറപ്പെട്ട്. അപ്പോഴേക്കും ഈ ശരീരം മുഴുവനും കണ്ണെല്ലാം കുഴിഞ്ഞിട്ടുണ്ടാവും, കണ്ണിന്റെ പ്രസരിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ശരീരത്തിന്റെ മനോഹാരിത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കൈകളെല്ലാം ചുക്കിച്ചുണ്ടിണ്ടാവും. അപ്പൊ ആ കൈകൾ പിടിക്കാൻ പോലും മക്കൾക്ക് അറപ്പായിരിക്കും. വല്ലാത്ത അവസ്ഥ. ആ സമയമൊക്കെ ഉണ്ടല്ലോ, ആ നെഞ്ഞ് പൊട്ടുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കൾ നിങ്ങൾ കാരണത്താൽ കരഞ്ഞാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ കരഞ്ഞാൽ അതെന്താ? മിനൽ ഖബായർ, അല്ല പൊറുക്കപ്പെടാത്ത പാപാണ്. അല്ല പൊറുക്കൂല ആ കരച്ചിൽ. ചിലന്മാരും ബാപ്പാരൊക്കെ നെഞ്ഞത്തടിച്ച് കരയാറുണ്ട്. ചിലവർ കരയാറില്ല, ആരെയും അറിയിക്കൂല, സങ്കടം മുഴുവൻ സ്വന്തം പേറും അല്ലേ. ഇങ്ങനെ പേർന്നല്ല ഇരിക്കുന്ന നമ്മളൊക്കെ അല്ലേ. ആരാപ്പത് പേറാത്തോല്? പിന്നെ ആരോടും പറയാത്ത എന്താ? പറഞ്ഞിട്ട് ഓനെ കുത്തി പൊന്തിച്ച് വലുതാക്കും, പാർവതി ഇരിക്കും, അതുകൊണ്ട് ആരോടും പറയില്ല. സങ്കടം മുഴുവൻ ഉള്ളിൽ ഒതുക്കും, അവസാനം അറ്റാക്കായിട്ട് മരിക്കും അല്ലേ. പ്രഷർ കയറിയിട്ടേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കഥ. വലിയ കഥകളുണ്ട്. ആ കഥകളാണ് അല്ല വിശദീകരിക്കുന്നത്. എന്നിട്ടുള്ള പറയാം, അപ്പം നമ്മളെ അറപ്പോടുകൂടി വെറുപ്പോടുകൂടി അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ
നമുക്ക് 10-60-25 വയസ്സായിട്ടുണ്ട്. അപ്പം നമ്മളെ മക്കളോട് നമ്മൾ പറയും, മോനെ ഇങ്ങനെ പറയല്ലേ മോനെ, ഇങ്ങനെ നീ ചെയ്യല്ലേ മോനെ, ഞാൻ അന്നെ അങ്ങനെ പോറ്റിയതല്ലേ, ഇങ്ങനെ പോറ്റിയതല്ലേ, നീ ഇന്നോട് ഇങ്ങനെ ചെയ്താൽ റബ്ബിനോട് നീ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കരയും അയാൾ. ആ കരയുന്ന രംഗം അല്ലാതെ പറഞ്ഞു അതിന്റെ മറുപടിയും. ആ പറഞ്ഞപ്പോൾ ഓൻ ചോദിക്കുകയാണ്, ആ തൈതാനിന് അന്നുഹ്റജ്, രണ്ടാമത് പരലോകം പറഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് നിങ്ങളെ നോക്കിയാൽ കൂടിയിട്ടുണ്ടെന്ന് പേടിപ്പിക്കുക. ആ തൈതാനി നുഹ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞുപോയി, എത്ര ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ മരിച്ചില്ലേ, അവരൊക്കെ മരിച്ചു പോയില്ലേ, ആരെയും തിരിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ നോക്കിയാൽ കൂടി അവിടെ സ്വർഗം ഉണ്ടാക്കി വെച്ചിരുന്നു. ഉണ്ട് മോന് 40-40 വയസ്സായപ്പോൾ ഈ ചോദ്യം ഏത് കൽബാത്ത പൊട്ടടക്കുക അല്ലേ, പൊട്ടിപ്പോവും. ഞാൻ വാക്കുകൾ പരിമിതമാക്കുകയാണ്, കാരണം സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് അത്തൈതാനി ഞാൻ നുഹ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. അപ്പോഴോ ഇങ്ങനൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കളെ പറ്റി അല്ല പറയാം, ആ മോന് ഇങ്ങനെ കാട്ടി അകറ്റിയിട്ടും പരലോകം നിങ്ങളെ ഞാൻ നോക്കൂല തള്ളെ തൻ്റെ നാട്ടി അകറ്റിയിട്ടും ആ മാതാപിതാക്കളെ പറ്റി അല്ല പറയാം. ആ പിതൃഹൃദയത്തെയും മാതൃഹൃദയത്തെയും അല്ലാഹു വരച്ചു കാണിക്കുകയാണ്. അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്യും. ഇങ്ങനെ ഹൃദയത്തിന്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട്, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവനെ നീ നരകത്തിലാക്കല്ലേ, എൻ്റെ പേരിൽ പടച്ചോനെ അവരെ നീ ശിക്ഷിക്കല്ലേ, പടച്ചോനെ ബുദ്ധി കൊടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കും. ഇതല്ല പറയുന്നത് വഹുമായ യസ്തഗീസാനില്ല. എന്നിട്ട് അവര് പ്രാർത്ഥന മാത്രമല്ല, ചില മാതാപിതാക്കൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇവന് അള്ളിയില്ല, നിരീശ്വരവാദിയായിരിക്കും, നിർമ്മിതവാദിയായിരിക്കും അല്ലേ, അപ്പോഴായിരിക്കും ഉമ്മ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കുന്നത്. തള്ളന്റെ കള്ള പ്രാർത്ഥനയാണ്, നമുക്ക് തള്ളാന്നാ പറയാ. അതൊക്കെ പറയാൻ പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, സബ്ജക്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് അത്രമാത്രം സങ്കടപ്പെടുത്തുന്ന ഒരുപാട്, ഈ ശബ്ദം കേൾക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ഉള്ളറ ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തുറക്കല്ലിട്ടല്ലേ. അപ്പോൾ ഇത്തരം ആളുകൾ കാരണത്താൽ, മക്കൾ കാരണത്താൽ അള്ളാഹുവിൻ്റെ നേരെ മറിച്ച് നമ്മളെ മാതാപിതാക്കളെ എത്ര കരഞ്ഞാലും നമ്മൾ അനുസരിക്കേണ്ടതില്ലാത്ത കാര്യമുണ്ട്. അള്ളാഹ്ക്കെതിരെയുള്ള കാര്യം ഉമ്മയും ബാപ്പി കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞാലും ഫലാത്തുത്തിഹുമ അനുസരിക്കേണ്ടതില്ല. അതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തമ്മാർത്ഥം ചെയ്യാൻ മാതാപിതാക്കൾ മക്കളോട് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാലോ, ഈ അത്രയും അള്ളാഹു പറഞ്ഞ കരയിക്കാൻ പാടില്ല, കരയിച്ചാൽ വൻ പാപമാണെന്ന് പറഞ്ഞ ആ മാതാപിതാക്കൾ പറയാണ്, മോനെ നീ ഷെയ്ഖിന്റെ പള്ളിയിൽ ഈ 2 കോഴിമുട്ടുണ്ട് നീർച്ചായിക്കാൾ നന്നാൽ അനുസരിക്കേണ്ട കേട്ടോ, അതനുസരിക്കേണ്ട ആവശ്യമില്ല, കാരണം ശിർക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള തമ്മാടിത്തം ചെയ്യുന്ന മാതാപിതാക്കളെ, അള്ളാഹ്ക്കെതിരെ കളിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല. പക്ഷെ അള്ളാഹ്ക്ക് അനുകൂലമാകുന്ന ഒരു വിഷയത്തിലും മാതാപിതാക്കളെ നിങ്ങൾ വെറുക്കരുത് കേട്ടോ. അല്ല പറയാം, തുറന്നല്ല പറയാം. ആ തൈതാനിനെ നുഹ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ല. മോനെ വൈലക്ക, മോനെ നിനക്ക് നരകമാവും നീ ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചാൽ, നാശമാണെന്ന് എൻ്റെ ഈ പോക്കിനൊക്കെ അവർ കരഞ്ഞു പറയും. ആമിൻ, മോനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിശ്വസിക്കണം. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദത്തം മോനെ സത്യസമ്പൂർണമാണ്. നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു ഖബറുണ്ട്, നിനക്കൊരു പരലോകമുണ്ട്, നിനക്കൊരു വിചാരണയുണ്ട്. നീ ഞങ്ങളോട് ഈ കാണിക്കുന്നതിനെല്ലാം റബ്ബിനോട് നീ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവന്റെ മറുപടിയും അല്ല പറയാം. എന്ത് അപ്പാവൻ പറയുന്നത് അറിയോ, ഇത് അസാത്തീറുൽ അവ്വലീൻ, ഇതൊക്കെ ഫയഖൂൽ, അവൻ പറയും മാ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇതെല്ലാം പൂർവികർ കറ്റുകെട്ടി ഉണ്ടാക്കിയ ഉമ്മാച്ചി കഥകളാണ്, അതൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇതൊക്കെ അല്ല ഭാവിയിൽ നടക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയം എത്രമാത്രം വേദനയോടുകൂടിയെങ്കിലേ ഇതല്ല പറയാം കേട്ടോ. അവരെ പറ്റി അല്ല പറയാം, ഉലായിക്കല്ലദീന ഹഖ്ക അലൈഹിമുൽ ഖൗൽ, അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേൽ സത്യമായി പുലരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, 40 വയസ്സെത്തിയിട്ടും സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തി നേടാൻ കഴിയാതെ മരിക്കാൻ ഇടവരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിള റബ്ബ് നമ്മളെ തൃപ്തിപ്പെടണമെങ്കിൽ റിലൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിപ്പെട്ട സർട്ടിഫിക്കറ്റ് വേണം. എൻ്റെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തോളം കാലം സ്വർഗം കിട്ടൂല. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, സുഹ്തു റബ്ബ് നമ്മളുടെ നേരെ കോപം ഉണ്ടാവും അല്ലാഹ്ക്ക്. അപ്പോൾ
ഫി സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അവരെ വേദനിപ്പിച്ചാൽ, അവരെ സങ്കടപ്പെടുത്തിയാൽ, അവരോട് കോപമുണ്ടായാൽ, അവരോട് ദേഷ്യം പിടിച്ചാൽ. സാധാരണഗതിയിൽ 10-40 വയസ്സുവരെയൊക്കെ കുട്ടികൾ ചിലപ്പോൾ ഉമ്മാൻ്റെ ഒക്കെ നേരം ഒക്കെ വല്ലാണ്ട് മോശമായിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ 40 വയസ്സെത്തിയിട്ട് നന്നാവാത്തവൻ്റെ കഥകൾ ആലോചിച്ച് നോക്കി. വല്ലാത്ത മയ്യത്തായിരിക്കില്ലേ പോവുക. എത്ര മുസ്ലിങ്ങൾ നാമകാരികളാണ് ഇത്തരം ഇതിൽ. ഇത് മാത്രം, ഇത് മുസ്ലിങ്ങളോട് മാത്രം പറഞ്ഞ നിയമമല്ല. അല്ല തുടങ്ങിയതിനാ വസ്സൈനൽ ഇൻസാൻ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നല്ല, മനുഷ്യനാ. അതാ അള്ളാഹു കൽപ്പന കൊടുത്തത്. എന്തായാലും ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത്, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആണല്ലോ റയീസുൽ മുഫസ്സിരീൻ. മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ റയീസ്, തലവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് ഖുർആന്റെ വ്യാഖ്യാനം പഠിച്ച സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ തുഖ്ബലു സലാസത്തുൻ ഇല്ലാ മാ സലാസ. 3 കാര്യം അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യം ഉണ്ടാവണം. 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു 3 കാര്യം സ്വീകരിക്കുകയുള്ളൂ. ഏതൊക്കെ? 1, ഇത്താഅത്തുള്ള ഇല്ലാ മാ ഇത്താഅത്തു റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അള്ളാഹിനെ അനുസരിക്കാൻ കഴിയില്ല. ഇതാ ആർക്കുള്ള മറുപടിയാണ്? ഖുർആൻ സൊസൈറ്റി ഇല്ലേ ഒരു ടീം? അള്ളാഹിനെ മാത്രം മതി, ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട. പല ജാതി സാധനങ്ങളാ 40 ആകുമ്പോഴേക്ക് വരിക. ഇത് പുഴുക്കളെ പോലെ. അപ്പോൾ അള്ളാഹു റസൂൽ പറയാണ്, ആ 14 നൂറ്റാണ്ട് മുമ്പ് എത്ര ദീർഘമായ വീക്ഷണമാണ് അള്ളാഹു നബിക്ക് വഹി കൊടുത്തത്. ഇത്താഅത്തുള്ള, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാമാ ഇത്താഅത്തു റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതെ ഒരാൾക്ക് അള്ളാഹിനെ അനുസരിക്കാൻ പറ്റില്ല. ഒന്നതാണ്. ഞാൻ അള്ളാഹിനെ അനുസരിക്കും എന്ന് പറഞ്ഞിട്ട് റസൂലിനെ അനുസരിക്കാണ്ടെന്നാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചില്ല എന്തോ. പിന്നെ രണ്ടാമത്തതോ, ലാ തുഖ്ബലു സലാത്ത് മാ സക്കാത്ത്. ഒരാൾക്ക് സമ്പത്തുണ്ട്, സക്കാത്ത് കൊടുക്കാണ്ട് അയാളുടെ നിസ്കാരം അല്ലാഹ് കബൂലാക്കൂല. ഇങ്ങനെ സക്കാത്ത് കൊടുക്കാണ്ട് അയാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹ് കബൂലാക്കൂല. അങ്ങനെയുണ്ട്. അതെന്താ? ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്, അല്ലദീന യുഖീമുന സലാത്ത് വ യൂതൂന സക്കാത്ത്. രണ്ടും അടുപ്പിച്ചാ പറയല്ലേ. ഈത്തായി സക്കാത്ത്, ഇഖാമി സലാത്ത്, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക. രണ്ടും ഖുർആൻ ഇങ്ങനെ നിരന്തരമായി പറയും അല്ലേ. അപ്പോൾ നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കാണ്ടൊക്കെ ആ നിസ്കാരം അല്ലാഹ് കബൂലാക്കൂല. ഇനിയോ മൂന്നാമത്തത്, 3 കാര്യം ഉണ്ടായെങ്കിലും 3 കാര്യം സ്വീകരിക്കുള്ളൂ അല്ലേ. അപ്പൊ 2 നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത്, ലാ തുഖ്ബലു ശുക്രില്ല. നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് എങ്ങനെ ജീവിച്ചാലും ഇല്ലാമാ ശുക്രി വാലിദൈക്, മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാതെ നിന്റെ നന്ദി അല്ലാഹ് സ്വീകരിക്കൂല. ശരി. അപ്പം മാതാപിതാക്കളോടുള്ള സ്നേഹവും അവരോടുള്ള കാരുണ്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് സ്വർഗം ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് മഴക്കാലമാണ്. വാർദ്ധക്യത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് രോഗങ്ങൾ, ശ്വാസതടസ്സം അല്ലേ, അതുപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങൾ, എല്ലാ പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ വേദനിപ്പിച്ചാൽ ആ വേദന അള്ളാഹു കാണും, നിങ്ങളത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളും നമ്മുടെ തലമുറയും അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടും വിധം നമ്മയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിച്ചും ലാളിച്ചും പരിപാലിച്ചും ആരെന്ത് തന്നെ ഏതെല്ലാം നിലക്ക് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് നേരെ അനീതി പ്രവർത്തിച്ചാൽ പോലും ഒരിക്കലും തിരിച്ച് അനീതി പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബങ്ങൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, മക്കളും ഭാര്യയും മരുമക്കളും എല്ലാവരും അള്ളാഹുവിൻ്റെ നിയമത്തെ നിന്നോട് ചേർത്ത് അങ്ങനെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യാ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ വന്നുപോകുന്ന അപാകതകൾ ബോധ്യപ്പെടുകയും തിരുത്തുകയും തൗബ ചെയ്യുകയും അള്ളാഹു തൗബ സ്വീകരിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാതാപിതാക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം നിങ്ങൾ കേൾക്കണം. ഞാനും നിങ്ങളും പഠിക്കണം.
ശത്രുക്കൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. തല വെട്ടി തീർത്തു നിൽക്കുകയാണ്. അത്രയും പ്രയാസകരമായ സാഹചര്യം. ഒരാളെങ്കിലും നബിയുടെ കൂടെ ശത്രുക്കളുടെ നേരെ ഒരു സഹായിയായി ഉണ്ടായാൽ അത്രയും കൊതിക്കുന്ന സമയത്ത്, ഒരാളെങ്കിലും ശത്രുക്കൾക്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നബി കൊതിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ നബിയുടെ അടുത്ത് വന്നു. ജാ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദുൽ ജിഹാദ്. അദ്ദേഹം ധർമ്മസമരത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ തയ്യാറായിക്കൊണ്ട്, ശത്രുക്കൾക്കെതിരിൽ പോരാടാൻ തയ്യാറായിക്കൊണ്ട് നബിയുടെ അടുത്ത് വന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ചോദ്യം കേട്ടിട്ടുണ്ട്. ഫഖാൽ റസൂൽ, അപ്പൊ റസൂൽ ചോദിച്ചു, ആ ഹയ്യുൻ വാലിദാക്ക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ശ്രദ്ധിക്കുക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഫഖാല നാം, ഉണ്ടെന്ന് പറഞ്ഞു. റസൂൽ പറയാം, ഇർജി ഇലൈഹിമ, നീ അവരിലേക്ക് മടങ്ങണം, നീ ജിഹാദിന് വരണ്ട. ഇങ്ങനെ മാതാപിതാക്കളെ നോക്കുന്നതിനേക്കാൾ വലിയ ജിഹാദ് വേറില്ല. കാരണം അത് ജിഹാദാണ്. എന്തുകൊണ്ടാ? അവരുടെ സ്വഭാവം ചിലപ്പോൾ നമുക്ക് പിടിക്കില്ല, അവരുടെ വർത്തമാനം നമുക്ക് പിടിക്കില്ല. ക്ഷമയോടുകൂടി ജിഹാദ് ചെയ്തെങ്കിൽ മാതാപിതാക്കളെ ഒപ്പം നിർത്താൻ കഴിയും, അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് മടങ്ങണം അവരിലേക്ക്. എന്നിട്ടോ ഫീഹിമ ഫജാഹിദ്, നീ അവർ രണ്ടുപേരിലും ജിഹാദ് നടത്തിക്കോ, എൻ്റെ കൂടെ വരണ്ട. ഏത് സമയത്ത് അത് പറയുന്നത്? മുസ്ലിങ്ങൾ അരിഞ്ഞു വീഴ്ത്തുകയാണ് ശത്രുക്കൾ. അതേപോലെ തന്നെ ഇനി മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് നബിക്ക് ബോധ്യപ്പെട്ടു. ഒരു ഇസ്ലാമിന് ഒരു സാധ്യതയുമില്ലാത്ത സന്ദർഭം. ലമ്മ ഇഷ്ടത്ത ലുൽമുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ശക്തമായ ദ്രോഹം കഠിനമായപ്പോൾ റസൂലുള്ള സഹാബത്തിന് ഹിജറ പോകാൻ അനുമതി കൊടുത്തു. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷയില്ല, ഇസ്ലാമിന് നിൽക്കാൻ കഴിയില്ല. നബിയും സഹാബത്തും തീരുമാനിച്ചു ഹിജറ പോകാൻ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശ്രദ്ധേയമായ നിർദ്ദേശം നിങ്ങൾ കേൾക്കണം. ഹിജറ പോകാൻ തയ്യാറായി ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാൾ വന്ന് നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യുബായിഹു അലൽ ഹിജറ, അദ്ദേഹം ഹിജറയ്ക്ക് വേണ്ടി നബിയോട് ബൈഅത്ത് ചെയ്തു. ഞങ്ങളുടെ കൂടെ എന്ത് ത്യാഗവും സഹിക്കാൻ, ഹിജറ വരാൻ, എൻ്റെ നാടും വീടും കുടുംബവും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജറ വരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് യുബായിഹു, അദ്ദേഹം ബൈഅത്ത് ചെയ്തു, പ്രതിജ്ഞ ചെയ്തു. എന്നിട്ടോ തറക്ക അബവൈഹി യബ്കിയാൻ, ചെറുപ്പക്കാരനായ തൻ്റെ മകൻ പോകുമ്പോൾ പ്രായം ചെന്ന മാതാപിതാക്കൾ ഹിജറ പോകുന്ന മകനെ കണ്ട് കരഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. കേൾക്കണത്, ഹിജറ പോകാൻ പോകാം, ജീവിതത്തിന് എന്തെല്ലാം പ്രയാസാണ്. ഹിജറാർണങ്ങളെ വെച്ച കുട്ടികളല്ല, നാടും വീടും കുടുംബവും ഭാര്യയും മക്കളും സമ്പത്തും അതുവരെ നയിച്ചതും ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. അതിനാ ഹിജറ അറിയാം. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കരഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ്, ഇർജി ഇലൈഹിമ, നീ അവരിലേക്ക് മടങ്ങണം. വഅൽഹിഖുമാ കമാ ബുക്കൈതഹുമാ, നീ അവരെ സന്തോഷിപ്പിക്കണം. എങ്ങനെ? നീ അവരെ കരയിപ്പിച്ചതുപോലെ. നീ അവരെ ഇപ്പൊ കരയിപ്പിച്ചിട്ടുണ്ട്. ഹിജറ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനല്ല ചില ആൾക്കാർ കരയിപ്പിക്കല്ലേ, ഇപ്പോഴും ഉണ്ടത്. ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ളതിന്റെ മുമ്പ് എല്ലാവരും നിയത്തി നിൽക്കുമ്പോൾ പോവുകയാണ്, അല്ലേ? പിന്നെ ഇവരൊന്ന് കരയിപ്പിക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷമാവുള്ളൂ. അങ്ങനത്തെ ഇല്ലേ? എന്നാ പോവാട്ടമ്മ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കരയിപ്പിക്കുക ആ പാവത്തിന്. അങ്ങനത്തെ എത്ര ഗൾഫുകാരുണ്ട്, ഇല്ലേ? ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഗളെന്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അത്, അല്ലേ? എന്താ അവരെ സന്തോഷിപ്പിക്കുന്നാണ് ഹിജറ പോവാന്നും പറഞ്ഞേ. അപ്പൊ എന്താ വിചാരിക്കുക? അമ്മയും ബാപ്പയും പഠിച്ചോനെ, ഇനി നമുക്ക് ആരുമില്ലല്ലോ, ഇന്നെ ആകെ നോക്കുന്ന മോനാണല്ലോ പഠിച്ചോനെ, അതുകൊണ്ട് ഇവനിപ്പോ റസൂലുള്ളാഹിക്ക് വേണ്ടി ഹിജറ ചെയ്യാൻ പോവാണോ? എന്തൊരു സങ്കടമാണ് പഠിച്ചോനെ എന്ന് കരഞ്ഞു. കരഞ്ഞ വിവരം റസൂലുള്ളാഹി അറിഞ്ഞു. റസൂലുള്ളാഹി പറയാനുണ്ട്, നീ അവരിലേക്ക് മടങ്ങണം, നിന്റെ ഹിജറ അതാണ്, കൂലിയുണ്ട്. അതാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ മുമ്പിൽ വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യവും വിനയവും അതാണ് അവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. മാതാപിതാക്കളെ നോക്കുക എന്നുള്ളവർക്ക് ചിലവരൊക്കെ കൊട്ടഞ്ചുക്കാതിയും വെണ്ണതയിലും ഇവരൊക്കെ നടക്കും. അതിനൊക്കെ പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലവര് ഓരോ ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിട്ട് എങ്ങനെയും മുതൽ അടിച്ചെടുക്കാനേ, ഉമ്മാന്റെ കാലിലുള്ള ചുറ്റുമൊക്കെ ഇപ്പൊ കൈമലാക്കാൻ അതിന് തന്നെ പറഞ്ഞയക്കണമുണ്ട്, ഇല്ലേ? എത്ര ആളുകൾ, എന്തെല്ലാം നാടകങ്ങളാ, അല്ലേ? ഇതിനിടയിൽ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ എല്ലാം നിങ്ങളോട് നെഗറ്റീവായി പറയുന്നില്ല.
ഒരുപാട് ഉമ്മനും ബാപ്പനും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മുസ്ലിങ്ങൾ നാട്ടിലുണ്ട് കേട്ടോ. ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, ഉമ്മയും ബാപ്പനും നോക്കല, നാർക്കോട്ടിക് ജിഹാദ് അല്ല. മറ്റോ പറഞ്ഞായി ഇസ്ലാമിൽ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല. ചിലരെന്താ പറഞ്ഞറിയാം, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. ജിഹാദ് ഉമ്മനും ബാപ്പനും നോക്കല, അല്ലാണ്ട് കള്ളും കുടിച്ച് കഞ്ചാവും വിറ്റ് അങ്ങനെ കുറെ അമുസ്ലിങ്ങളായ ആളുകളെ കള്ളു കുടിപ്പിച്ച് അവരെ കഞ്ചാവ് വലിപ്പിച്ച് മുസ്ലിമാക്കുന്ന, അങ്ങനെ കഞ്ചാവ് വലിപ്പിച്ച് ചെല്ലട ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനുണ്ട്, കഞ്ചാവ് വലിപ്പിച്ചിട്ടേ അങ്ങനെ പറഞ്ഞ ചില പാദ്രിമാരുണ്ട് അല്ലേ. എന്താ പറയാ, എന്താ കാരണം? മുസ്ലിങ്ങൾ ചവറ് പോലെ ആയിട്ടുണ്ട്. ആദർശബോധമുള്ള, നിലപാടില്ലാത്ത ഒരു വിഷയത്തിലും, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനും റസൂലിനും ധിക്കരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും പറഞ്ഞതിനെതിരിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മനസ്സിലായി. അതിനുവേണ്ടി എന്തെല്ലാം കളിയാ കളിക്കാറിയോ? എത്ര ചെറുപ്പക്കാരാ കോലക്കെട്ടിൽ സ്വന്തം കല്യാണത്തിന് വന്ന് അല്ലേ? എത്ര പെൺകുട്ടികളാണ്, എന്തെല്ലാം കല്യാണമാണ് അല്ലേ? മൈലാഞ്ചി കല്യാണം അല്ലേ, മൂടിയും പോണം, എന്താണെന്ന് പറയും എനിക്കറിയില്ല. വെള്ളിയാഴ്ച ഒരു പരിപാടിയില്ല, ബത്തിലിട്ട് അല്ലേ, അതൊക്കെ ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. ഇതല്ല എനിക്ക് വിത്തിലിട്ട് അയച്ചു തന്നെ. ചിലവരൊക്കെ എനിക്ക് അയച്ചു തരൂ, നാട്ടിലിറക്കുന്ന എല്ലാ വിധേയത്വവും. ഞാനത് പറയാൻ വേണ്ടേ, ഞാനത് പറയും ചെയ്യും. കാരണം എന്താ, അതല്ല വെള്ളിയാഴ്ച തന്ന് എല്ലാവർക്കും നെയ്ച്ചോറും ഇഷ്ടവും അത് തിന്നാൽ കുറെ ആൾക്കാർ, പിന്നെ ബത്തിലിട്ടതിൻ്റെ പേര് അല്ലേ, അങ്ങനെ എന്തെല്ലാം ചെയ്യാൻ. ഞായറാഴ്ച ഓനും ഓൻ്റെ കുറേ ചെറുപ്പക്കാർ, അതേമാതിരിയുള്ള വക്കുട്ടിയ കുറേ കുണ്ടന്മാരും ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ധരിച്ച് ഡ്രസ് കോഡ് ഏറ്റ് വരും അല്ലേ. അവിടെ ഒക്കെ നിങ്ങൾ ഇടപെടണം കേട്ടോ. എൻ്റെ കല്യാണത്തിലേക്ക് ഇത്തരം ശൈത്താന്മാർ അടുക്കരുതെന്ന് പറയണം, മനസ്സിലായോ? അത്തരം ശൈത്താന്മാർ പിന്നെ രാത്രി എന്താ ചെയ്യുക, ഓൻ്റെ ആദ്യ രാത്രി കോളാക്കി കൊടുക്കും. അങ്ങനെ ഓൻ്റെ കട്ടിലിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ചിട്ടും ഓൻ്റെ ഈ കുളിക്കുന്ന ഷവറില്ലേ അതിൽ മുഴുവനും എന്തൊക്കെയോ വാരി ആക്കിയിട്ട് ഓൻ കുളിക്കുമ്പോൾ എന്താണ് നശിക്കണം. ചിലവിൽ കിടക്കൻ്റെ മുഴുവനും പലത് വയ്ക്കുക. പിന്നെ ചിലവിൽ രാത്രി 2 മണി വരെ റൂമിൽ നിന്ന് ഇറങ്ങൂല, പാട്ടും കച്ചേരിയും. അങ്ങനത്തെ ബക്ക് പൊട്ടിയ കുട്ടികളെ കൂടെ നടക്കരുത് കേട്ടോ. അത്തരം ആളുകൾ നമ്മളെ സുഹൃത്തായി ഉണ്ടാവരുത്. അത്തരം ആളുകളൊക്കെ മാറ്റി വെക്കുമ്പോഴാണ് നമ്മളെ കൽബിൽ ഈമാൻ കയറുക. വലിയ പ്രയാസമാട്ടോ ഇപ്പോൾ കയറണമെങ്കിൽ, ഒരുപാട് പ്രയാസമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തേക്കും അടുക്കുക, അള്ളാഹിനോട് സദാസമയവും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഹീനി അലൽ കിതാബി വസുന്ന, അള്ളാഹുവെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ. വഅമിത്നി മഅൽ ഈമാനി വത്തൗബ, ഈമാനോടുകൂടി തെറ്റ് വന്നാൽ തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ചവനെ ഉൾപ്പെടുത്തി മരിപ്പിക്കണമെന്ന് ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ അള്ളാഹു അങ്ങനെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യാനും തൗഫീഖുള്ള നല്ല മുസ്ലിങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മെ തേടി വരുന്ന മുഴുവൻ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.